അബി, അഞ്ജു, അമ്മേ, ദേവേട്ടാ, ഇവരെവിടെ പോയി? നാത്തൂനെ, അമ്മേ, എല്ലാരും കൂടെ എവിടെ പോയി കിടക്കാം? അഞ്ജു, അബി. എന്താ ഗിരിജെ? ഇങ്ങോ. നിനക്ക് എന്താ പറ്റി? നീ എന്തിനാ കിടന്ന് ബഹളം വെക്കുന്നേ? അതൊക്കെ ഉണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴേ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും. നിന്റെ അലർച്ച കേട്ടിട്ടേ എന്തോ പറ്റിയെന്നോർത്ത് പേടിച്ചു പോയി. അതെ, ഞാനും അങ്ങനെ ഓർത്തത്. ഞാൻ പറയാൻ പോകുന്ന വാർത്ത കേൾക്കുമ്പോഴേ നിങ്ങൾ എല്ലാവരും ഞെട്ടും. നീ പ്രസംഗിക്കാതെ കാര്യം പറ ഗിരിജെ. പറയാം. അബി അഞ്ജു കൂടെ വരട്ടെ. അബി, അബി ഒന്ന് ഇറങ്ങി വന്നേ. അഞ്ജു, വേഗം വാ. അവര് വന്നോളം നീ കാര്യം പറ ഗിരിജെ. അങ്ങനെ പറഞ്ഞ ശരിയാവില്ല. ഈ കാര്യം എല്ലാവരും ഒന്നിച്ചറിയണം. അതാ അതിന്റെ സുഖം. കുശുമ്പും കുന്നായ്മയും ചിന്തിച്ചു പറഞ്ഞു ഇവൾക്ക് വട്ടായിന്നാ തോന്നുന്നേ. അതാ ഇങ്ങനെ വെറുതെ ഓരോന്ന് പറയുന്നേ. വട്ടു പിടിക്കാൻ പോകുന്നതേ എനിക്കല്ല, അമ്മയ്ക്കാ. അതിപ്പോ നേരിട്ട് കാണാലോ. വാ. ഈ അമ്മയ്ക്ക് ഇതെന്താ പറ്റിയത്? എന്തിനാ വിളിച്ചു പോകുന്നത്? എന്താ പറ്റി കാര്യം? ആ, എല്ലാരും വന്നല്ലോ. ഇനി പറയാം. ഈ വീട്ടിലെ മഹാറാണി ഉണ്ടല്ലോ, ദുർഗ, അവളുടെ കല്യാണം കഴിഞ്ഞു. എന്താ ആർക്ക് വിശ്വാസം വരുന്നില്ലേ? അവളുടെ കെട്ട് കഴിഞ്ഞോന്ന്. ഗിരിജെ, വെറുതെ വായി തോന്നുന്നത് വിളിച്ചു പറയാതെ. അതെ, ദുർഗമ്മളോട് ദേഷ്യമുണ്ടെന്ന് കരുതി എന്തും വിളിച്ചു പറയരുത്. ഞാൻ പറഞ്ഞ സത്യവാ. അമ്പലത്തിൽ വെച്ച് കുറച്ചു മുമ്പായിരുന്നു കല്യാണം. സത്യമാണോ ഗിരിജ ഇത്? അതേ നാത്തൂനെ. ചെറുക്കനെ പെണ്ണെ നേരിട്ട് കണ്ടിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. ഇനി കല്യാണ ചെറുക്കൻ ആരാന്നറിയണ്ടേ? നിനക്ക് ദുർഗമോളെ ഇഷ്ടമല്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. എന്ന് കരുതി നട്ടക്കളിക്കാത്ത നുണ പറയരുത്. അയ്യോ, ഈ അമ്മയെ ഞാൻ എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും? എന്റെ മോളാണ് സത്യം. കിരണിന്റെയും ദുർഗയുടെയും കല്യാണം കഴിഞ്ഞു. ദുർഗേച്ചി നമ്മളാരും അറിയാതെ ഇങ്ങനൊന്നും ചെയ്യില്ല. പിന്നെ ഗിരിജ നുണ പറയുന്ന നീ പറയുന്നേ? അതെ, ദുർഗേച്ചിക്കും കിരൺ ചേട്ടനും അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളോടൊക്കെ പറയും. അതെ, അല്ലെങ്കിൽ തന്നെ അവര് തമ്മിൽ കല്യാണം കഴിക്കുന്നതിൽ എനിക്കോ ദേവനോ യാതൊരു എതിർപ്പും ഇല്ല. പിന്നെ എന്തിനാ രഹസ്യമായി കല്യാണം കഴിക്കുന്നത്?